ആ മച്ചന്മാരെ അപ്പോളേ നമ്മ 100 രൂപയ്ക്ക് ബിരിയാണി മേടിക്കാനാ പോയത്. നമ്മ പോണ ആ സൈഡിൽ റോഡ് പണി കിടക്കാം. അപ്പം അത് കാരണം നമ്മൾ വേറൊരു കടയിലാണ് പോയത്. നമ്മൾ ഇവിടെ വന്ന അവസരം ഒരു ബിരിയാണി കഴിച്ചിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ അടിപൊളി ബിരിയാണീനെ അവിടുത്തെ. അപ്പം അവിടെ പോയിട്ടാണ് ഒരു ഹാഫ് മേടിച്ച്, പിന്നെ ഒരു മാഗിയും മേടിച്ച്. ചിലപ്പോൾ നമുക്ക് 4 മണിക്കിന് കമ്പനി പോകണ്ടായി. അപ്പോൾ ആ ടൈം ആകുമ്പോൾ വീണ്ടും വിശന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ രാത്രി പിന്നെ ഒന്നും കഴിക്കാൻ പോകണില്ല. അതാണ് ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കട്ടെ. ബിരിയാണി സംഭവം അൺബോക്സിങ് ആണിട്ടാ. നിങ്ങൾ സംഭവം എന്ന് വെച്ചാൽ സ്മെല്ലടിക്കുന്നുണ്ട് കേട്ടോ, അടിപൊളി സ്മെല്ലടിക്കണേ. അപ്പോൾ നമുക്ക് നൈസായിട്ടൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഹാഫാ മേടിച്ചുള്ളൂ കേട്ടോ. ഫുള്ള് മേടിക്കാനായിട്ട് കാശ് ഉണ്ടായില്ല, അത്രേ ഉള്ളൂ. ഇന്ന് സാലറി കയറും നമുക്ക്. പക്ഷേ നമുക്ക് കുറച്ച് ചിലവുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മേടിച്ചിരിക്കുന്ന ഹാഫാണ്. എനിക്ക് തോന്നുന്നു ഈ ഹാഫ് കണ്ടിട്ട് എനിക്ക് ഒരാൾക്ക് കഴിക്കാനുള്ളതുണ്ട്. ഹാഫ് കേട്ടോ, ഒരാൾക്ക് കഴിക്കാനുള്ളതുണ്ട്. അപ്പോൾ ഫുള്ള് മേടിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ കഴിക്കില്ലായിരിക്കും. പക്ഷെ ഫുള്ള് മേടിക്കാനായിട്ടാണ് പോയത്. കാശില്ലാത്ത കാരണം ഹാഫ മേടിച്ചതെന്ന്. സംഭവം കൊള്ളാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ചോന്ന് ചിക്കനും ബിരിയാണി റൈസും എന്താ അല്ലേ.